ഇന്നത്തെ റെസിപ്പി നിങ്ങളാരും തെറ്റിദ്ധരിക്കേണ്ട ഒരു ചമ്മന്തിയാണ്. പെട്ടെന്ന് കാണുമ്പോൾ ചമ്മന്തി പൊടിയാണോ എന്താണെന്ന് ഒരു ഡൗട്ട് തോന്നാം. നമ്മുടെ മുതിര ഉപയോഗിച്ചിട്ടുള്ള ചമ്മന്തിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഉണക്കച്ചെമ്മീൻ ചമ്മന്തി പൊടി പോലെയൊക്കെയാണ് ഏകദേശം ഇരിക്കുക. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ മുതിര വറുത്തിട്ടാണ് ഈ ഒരു ചമ്മന്തി ഉണ്ടാക്കുക. അപ്പോൾ ഇത് ഉരുട്ടിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഉരുട്ടിയെടുക്കാം കേട്ടോ. പിന്നെ കല്ലിൽ അരയ്ക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എങ്കിലും കല്ലിൽ അരച്ചാൽ ടേസ്റ്റ് കൂടുതലാണ്. അപ്പോൾ കല്ലിൽ അരയ്ക്കാൻ താല്പര്യമുള്ളവർക്ക് കല്ലിൽ അരച്ചിട്ട് ചെയ്യാം. മുതിര വറുത്തിട്ട് തന്നെ ഉണ്ടാക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇല്ലെങ്കിൽ ഈ ഒരു ടേസ്റ്റ് ആയിരിക്കില്ല ചമ്മന്തിക്ക് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഈ ഒരു ചമ്മന്തി ചോറിൻ്റെ കൂടെ കഴിക്കാം, കഞ്ഞിയുടെ കൂടെ കഴിക്കാം, അതുപോലെ ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ ഇപ്പം നമ്മൾ ചമ്മന്തി പൊടി കഴിക്കില്ലേ, അതുപോലെ കഴിക്കാം. അപ്പോൾ പുളി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തീരുമാനിക്കുക. എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെറിയൊരളവിലാണ് പുളി ചേർക്കുന്നത്. അപ്പോൾ ചില ആളുകൾക്ക് കുറച്ചധികം പുളി ഇഷ്ടമായിരിക്കും, ചില ആളുകൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പുളി ഇഷ്ടമായിരിക്കില്ല. അപ്പോൾ പുളി നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് വ്യത്യാസം വരുത്തുക. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് പുളി ചേർത്ത് അരച്ച് നോക്കുക. അതിനുശേഷം ഒന്ന് ടേസ്റ്റ് ചെയ്യുമ്പോൾ പുളി കുറവായിട്ട് തോന്നുകയാണെങ്കിൽ 1-2 പീസും കൂടി പുളി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് നമ്മുടെ പാകത്തിനനുസരിച്ച് പുളി കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും എല്ലാവരും ഈ ഒരു മുതിര ചമ്മന്തി ഇന്ന് തന്നെ ഉണ്ടാക്കി നോക്കിക്കോളൂ. ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കഴിക്കോ, ഇല്ലെങ്കിൽ വൈകിട്ട് ദോശയ്ക്കോ ഇഡ്ഡലിക്കോ അല്ലെങ്കിൽ നാളെ രാവിലെയോ എപ്പോഴാണെച്ചാൽ ഉണ്ടാക്കി കഴിച്ചിട്ട് ഇഷ്ടമായോ ഇല്ലയോ എന്ന് നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് മുതിര ചമ്മന്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ മുതിര ചമ്മന്തി ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ 1/2 കപ്പ് മുതിര എടുത്തിട്ടുണ്ട്. നമ്മൾ എത്ര മുതിര എടുക്കുന്നോ അത്രയും തന്നെ തേങ്ങ എടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് 4 വറ്റൽമുളക്, 2 ഉള്ളി, ഒരു 4-5 ഇതൾ കറിവേപ്പില. അപ്പോൾ നമ്മൾ മുതിര കഴുകി ഉണക്കി വെച്ചിരിക്കുന്നതാണെങ്കിൽ കുഴപ്പമില്ല, നമുക്കിപ്പോൾ തന്നെ ഉടനെ തന്നെ ചമ്മന്തി റെഡിയാക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ മുതിര ഒന്ന് കഴുകി ഉണക്കി എടുക്കുക. എപ്പോഴും മുതിര വാങ്ങിക്കുമ്പോൾ കഴുകി ഉണക്കി കല്ലൊക്കെ മാറ്റി വയ്ക്കുകയാണ് നല്ലത്. ഇല്ലെങ്കിൽ ഒരു നനഞ്ഞ തുണി ഉപയോഗിച്ചിട്ടൊന്ന് തുടച്ചെടുക്കുക, ആ മുതിരയിലുള്ള പൊടികളൊന്ന് പോകാൻ വേണ്ടിയിട്ട്. ഇത് നമുക്ക് വറുത്തെടുക്കണം. വറുത്തിട്ടാണ് നമ്മൾ ഈ ചമ്മന്തി ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഗ്യാസിൻ്റെ പ്രോബ്ലം അങ്ങനെയുള്ള പേടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ 2 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർക്കാം. നമ്മൾ ഈ ഉള്ളി ചേർക്കുമ്പോൾ ഞാനിപ്പോൾ വെളുത്തുള്ളി ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ ആദ്യം നമുക്ക് ഈ മുതിര ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ മുതിര വറുത്തെടുക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു പഴയ നോൺ സ്റ്റിക്ക് പാനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇരുമ്പിൻ്റെ ചട്ടി അല്ലെങ്കിൽ പഴയ പാൻ എടുക്കുക. മുതിര വറുക്കുമ്പോൾ സ്ക്രാച്ച് വീഴും പുതിയ പാനൊക്കെ ആണെങ്കിൽ. അതുകൊണ്ടാണ് നമ്മൾ പഴയ പാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ ഓരോന്നും സെപ്പറേറ്റ് ആണ് കേട്ടോ വറുത്തെടുക്കുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുതിരയുടെ കൂടെ മുളകൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ മുളക് കരിഞ്ഞു പോകും. മുതിര കുക്കായി വരുമ്പോൾ മുതിര നന്നായിട്ട് പൊട്ടി വരുന്നത് വരെ വറുക്കുക കേട്ടോ. ഹൈ ഫ്ലെയിമിലല്ല, മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കി കൊടുത്ത് മുതിര പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അതുവരെ ഇളക്കിക്കൊണ്ടിരിക്കുക. മുതിര നന്നായിട്ട് കളറൊക്കെ മാറി ഒന്ന് പൊട്ടി വരും. ഒരു 5-6 മിനിറ്റ് എടുക്കും ഒന്ന് പൊട്ടി വരാനായിട്ട്. അത്രയും സമയം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. അപ്പോൾ ഞാൻ ഈ മുതിര പൊട്ടി വരുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ മുതിര ഇത് കണ്ടോ, കളറൊക്കെ മാറി പൊട്ടി തുടങ്ങുന്നു. അതുപോലെ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ചെറുപയറൊക്കെ വറുക്കുമ്പോൾ ഒരു മണം വരില്ലേ നമ്മുടെ മുന്തിരി കൊത്തുണ്ടാക്കാൻ, അതുപോലെയുള്ളൊരു മണമൊക്കെ വന്നു തുടങ്ങുന്നുണ്ട്. ഒരു പകുതി ഭാഗം മുതിര പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മുടെ തേങ്ങ ആഡ് ചെയ്യാം കേട്ടോ. തേങ്ങ ഒന്ന് ചൂടാക്കിയിട്ടാണ് നമ്മൾ ഈ ചമ്മന്തി അരയ്ക്കുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ആ ചമ്മന്തിക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. തേങ്ങ ചൂടാക്കാതെയും ചമ്മന്തി ഉണ്ടാക്കാം, പക്ഷേ ടേസ്റ്റ് കൂടുതൽ ഒന്ന് ആ തേങ്ങയുടെ നനവ് മാറി വരുമ്പോൾ അരച്ചെടുക്കുന്നതാണ്. ഈ ഒരു സ്ക്രാച്ച് പ്രശ്നം കൊണ്ടാണ് നമ്മൾ എല്ലാവരുടെയും നല്ല പാനൊക്കെ മോശമായി പോകരുതല്ലോ, അതുകൊണ്ടാണ് ഞാൻ പാനിൻ്റെ കാര്യം പറഞ്ഞത്, അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് കേട്ടോ. ഞാനിനി ഫ്ലെയിം കുറച്ചിട്ട് ഇതിലേക്ക് നമ്മുടെ തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരുപാടങ്ങ് മുതിര പൊട്ടി വരുമ്പോൾ കളർ വല്ലാതെ മാറിപ്പോവും. ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഉള്ളിയും കറിവേപ്പിലയും കൂടി ചേർക്കാം കേട്ടോ. തേങ്ങ ഒരുപാടങ്ങ് കളർ മാറിപ്പോണ്ട. ഉള്ളി ഒന്ന് നീളത്തിൽ മുറിച്ച് ചേർക്കുക. അപ്പോൾ വെളുത്തുള്ളി ചേർക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് തന്നെ വെളുത്തുള്ളിയും ചേർക്കുക. പിന്നെ 2-3 ഇതൾ കറിവേപ്പില.
ഇനി നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഈ തേങ്ങയുടെ നനവ് മാറുന്നത് വരെ ഒന്ന് ചൂടാക്കി എടുക്കുക. ഉള്ളിയൊക്കെ വല്ലാണ്ട് അങ്ങോട്ട് കുക്കാവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ലൈറ്റായിട്ടൊന്ന് കുക്കായാൽ മതി. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പച്ച ചുവ ഉണ്ടാവരുത് നമ്മുടെ ചമ്മന്തിക്ക്. എന്താണെന്ന് വെച്ചാൽ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആ വെള്ളവും ഒന്ന് വലിയുമല്ലോ, അതുകൊണ്ടാണ് പച്ച ചുവ ഉണ്ടാവരുത് എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞത്. ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തേങ്ങ വറുത്തെടുക്കുന്ന പോലെ വേഗം തന്നെ കളർ മാറിപ്പോവും. അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്, ആ നനവൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ സൗണ്ട് ഇല്ല, തേങ്ങയുടെ നനവിൻ്റെ സൗണ്ട് ഇല്ല. അപ്പോൾ നമുക്കിത് പാനിൽ നിന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതേ പാനിലേക്ക് തന്നെ നമുക്ക് നമ്മുടെ കുരുമുളക് ചേർക്കാം. കുരുമുളകൊന്ന് നന്നായിട്ട് ചൂടായി വരണം, അതുവരെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ കുരുമുളകും നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിതും നമ്മൾ തേങ്ങയുടെ കൂടെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങയുടെയും മുതിരയുടെയും കൂടെ ചേർക്കാം. അതുപോലെ തന്നെ നമ്മൾ അവസാനം ഒന്ന് ചൂടാക്കി എടുക്കുന്നത് നമ്മുടെ വറ്റൽമുളക്. ഞാനിപ്പോൾ 4 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കുരുമുളകും കൂടി ഉള്ളതുകൊണ്ട് അത്യാവശ്യം എരിവുണ്ടാവും. അപ്പോൾ കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ വറ്റൽമുളകിൻ്റെ എണ്ണം കൂട്ടുക കേട്ടോ. ഈ വറ്റൽമുളകിൽ ആ ഒന്ന് ചൂടായിട്ട് ബ്ലാക്ക് കളർ വന്ന് തുടങ്ങില്ലേ, നമ്മൾ സാധാരണ ചമ്മന്തികൾക്കൊക്കെ വറ്റൽമുളക് വറുത്തെടുക്കില്ല, ഇപ്പോൾ ചുട്ടരച്ച ചമ്മന്തിക്കൊക്കെ ആണെങ്കിലും അതുപോലെ ഒന്ന് ബ്ലാക്ക് കളർ ആയി തുടങ്ങുമ്പോൾ പാനിൽ നിന്ന് മാറ്റുക. ഒരുപാട് അങ്ങോട്ട് ബ്ലാക്ക് ആവണ്ട. അപ്പോൾ നമ്മുടെ വറ്റൽമുളകിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി തുടങ്ങുന്നുണ്ട്. ചില മുളകുകൾ ബ്ലാക്ക് കളറായി വന്ന് തുടങ്ങുന്നുണ്ട്. ഇത്രയും മതി, ഒരുപാട് അങ്ങോട്ട് കളർ മാറേണ്ട. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി ഇതും നമുക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ചമ്മന്തിയുടെ മിക്സിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മൾ ഇങ്ങനെ ഒരു പ്ലേറ്റിൽ സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ചേർത്തിട്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് ചൂട് മാറി വരുമ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾ അരയ്ക്കുമ്പോൾ അരയാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂണോ 1 ടീസ്പൂണോ വെള്ളം ചേർത്ത് കൊടുക്കാം. പിന്നെ ഉപ്പും കൂടി ചേർത്തിട്ട് വേണം നമ്മൾ ഈ ചമ്മന്തി അരച്ചെടുക്കാനായിട്ട്. ലാസ്റ്റ് ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് മിക്സ് ആവില്ല. ആദ്യമേ തന്നെ ഉപ്പ് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചമ്മന്തി ആക്കി കഴിയുമ്പോൾ ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ കുറച്ച് മാത്രം ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ചൂട് മാറി വരുമ്പോൾ ഞാൻ അരച്ചെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ ചമ്മന്തി നമ്മളിതാ ഇതുപോലെ തരിതരിപ്പായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് ഒരു പീസ് പുളിയാണ്, ഒരു ചെറിയ പീസ് വാളൻപുളിയാണ് ഞാൻ ചേർക്കുന്നത്. അതിങ്ങനെ ചെറുതാക്കി ഇട്ട് കൊടുക്കുക, നമുക്ക് വേഗം അരഞ്ഞ് കിട്ടാൻ. പിന്നെ ഇത് തേങ്ങയുടെ കൂടെ ചേർത്ത് ചൂടാക്കണം എന്നുണ്ടെങ്കിൽ ചൂടാക്കാം, ചൂടാക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനിയാണ് നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത്, ഒന്ന് അരഞ്ഞു വരാനായിട്ട്. അപ്പോൾ ആദ്യം ഒന്ന് പൊടിച്ചെടുക്കുക, അതിന് ശേഷം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആദ്യമേ തന്നെ വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കരുത്. അപ്പോൾ ഞാൻ ഇനി പുളിയും കൂടി ചേർത്തിട്ട് അരച്ചെടുക്കട്ടെ. ഉപ്പ് ഞാൻ നേരത്തെ ചേർത്തായിരുന്നു. അപ്പോൾ അതാ നമ്മുടെ ചമ്മന്തി റെഡി ആക്കി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ മിക്സിയിൽ നിന്ന് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാൻ പോവാണ്. നമ്മൾ ചമ്മന്തി അരച്ചെടുക്കുമ്പോൾ ഇതുപോലെയാണ് ഇരിക്കുക. ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഉരുട്ടിയെടുക്കില്ലേ, ഉരുട്ടിയെടുത്തിട്ട് അങ്ങനെയും റെഡിയാക്കി വയ്ക്കാം. അപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാം, ഇഡ്ഡലിയുടെ കൂടെ കഴിക്കാം, ദോശയുടെ കൂടെ കഴിക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് ഇതിങ്ങനെ പൊടിച്ച് തന്നെ ഇടുകയാണ്. എന്താണെന്ന് വെച്ചാൽ എല്ലാ ചമ്മന്തിയും നമ്മൾ ഉരുട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ കാണാനൊരു ഭംഗി തോന്നില്ലല്ലോ. അപ്പോൾ ഇടയ്ക്ക് പൊടിച്ചും ഇടാം. ഉപ്പൊക്കെ ചെക്ക് ചെയ്യുക, ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് വെള്ളം ചേർത്ത് അരക്കരുതെന്ന് മാത്രമേ ഉള്ളൂ, അപ്പോൾ ആ ചമ്മന്തിക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും എല്ലാവരും മുതിര വാങ്ങിച്ചിട്ട് ഉടനെ തന്നെ ഈ ഒരു ചമ്മന്തി ഉണ്ടാക്കി നോക്കൂ. ഉണ്ടാക്കിയിട്ട് ചോറിൻ്റെ കൂടെയാണോ ഇഡ്ഡലിയുടെ കൂടെയാണോ ദോശയുടെ കൂടെയാണോ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമായത് എന്നുള്ളത് പറയുക. പിന്നെ 2 ദിവസം എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചാലും കുഴപ്പമില്ല, മോശമായി പോവാത്ത ചമ്മന്തിയാണ്. പുറമേ വെച്ചിട്ടുണ്ടെങ്കിൽ മോശമായി പോവും, ഫ്രിഡ്ജിൽ വെച്ചാലും കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു ചമ്മന്തിയുടെ റെസിപ്പി ഉണ്ടാക്കി കഴിച്ചിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.